കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ 55 കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കാണ് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിനുള്ള പദ്ധതിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ 55 കോടി 12 ലക്ഷം രൂപയാണ് വരവ് പ്രതീക്ഷിക്കുന്നത്. 54 കോടി 55 ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്നു. വൈസ് പ്രസിഡന്റ് വിജോയി പി ജോസഫാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങൾക്ക് പുറമെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥരും ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്കാണ് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ക്ഷീരമേഖലയിലും ആരോഗ്യമേഖലയിലും പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനും ഫണ്ട് വകയിരുത്തി. കൂടുതൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കാനാണ് തീരുമാനം. കാർഷിക മേഖലയിൽ നമുക്ക് കൗ ലിഫ്റ്റിംഗ് പദ്ധതി ഈ വർഷം പുതിയതായി ഏറ്റെടുക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ കൂടുതലായിട്ട് കടന്നു വന്നുകൊണ്ട് സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജിമ്മുകളും അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടി സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്വയം പ്രാബല്യത്തിലെത്തുന്നതിന് സ്വയം പ്രാപ്തി വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സംഘങ്ങൾക്ക് ധനസഹായം കൊടുത്തുകൊണ്ട് അവരുടെ സ്വയം തൊഴിൽ ഗ്രൂപ്പുകളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നു. അതുപോലെ സ്കൂളുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിൽ കുട്ടികളെ കൂടുതലായിട്ട് കാർഷിക മേഖലയിലേക്ക് അഭിരുചി നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകളിലും അംഗൻവാടികളിലും ഗ്രോ ബാഗുകൾ കൊടുത്തുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ പദ്ധതികൾ ഏറ്റെടുക്കാനായിട്ട് ആസൂത്രണം ചെയ്യുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 35 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വനമേഖലയിൽ കുളങ്ങൾ നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. കുടിവെള്ളം കിട്ടാത്തതുമൂലം ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ഇതുവഴി കഴിയുമെന്നാണ് പ്രതീക്ഷ. പദ്ധതി നടപ്പാക്കാൻ വനംവകുപ്പിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ 35 കോടി രൂപയോളം നമ്മുടെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായി ആനകൾക്ക് കുടിവെള്ളം ലഭ്യമാകാത്തത് കൊണ്ടാണ് ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള ഒരു ചർച്ച ഇവിടെ വർക്കിംഗ് ഗ്രൂപ്പിലും വികസന സെമിനാറിലും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പുമായി സഹകരിച്ച് വനവകുപ്പുമായി സഹകരിച്ചുകൊണ്ട് തന്നെ 35 കോടി രൂപയോളം തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി വനാന്തരങ്ങളിൽ ഫോറസ്റ്റിന് അനുമതി ഉണ്ടെങ്കിൽ തൊഴിലുറപ്പുകാരെ ഉപയോഗിച്ചുകൊണ്ട് കുളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയും ബ്ലോക്ക് പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. അതുപോലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുകളുടെ അനുമതിയുണ്ട്. അപ്പോൾ അത് ഷൂട്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അത് പന്നിയുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള DFOയുടെ മീറ്റിങ്ങും DFOയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈദ്യുതി എത്താത്ത ആദിവാസി ഉന്നതികളിൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ വൈദ്യുതി ലഭ്യമാക്കും. ഉന്നതികളിൽ സാംസ്കാരിക നിലയങ്ങളും ദുരന്ത നിവാരണ ഷെൽട്ടറും ആരംഭിക്കും. എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമീണ മേഖലയിലെ റോഡുകൾ നവീകരിക്കും. ലൈഫ് ഭവന പദ്ധതിക്കും PMAY ഭവന പദ്ധതിക്കും ഫണ്ട് വകയിരുത്തി. എല്ലാ വിഭാഗം ആളുകൾക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഫണ്ട് ചെലവഴിക്കുന്നതിനാണ് ബജറ്റിലെ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. GTV ന്യൂസ്, കോതമംഗലം.